ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഈ മുഖം കാണുന്നത്. നമ്മുടെ +2 CBSEയിലെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓർഡറിൽ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ കുഞ്ഞു വീഡിയോസുകളായിട്ടാണ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ഞാൻ ഇത് പരിചയപ്പെടുത്താൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനും കാണുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ എന്ത് വേണമെന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻസുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെഷനിലേക്ക് തന്നെ മുന്നോട്ട് പോകാം. സോ ഏറ്റവും ആദ്യം തന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണ് ഡിറ്റർമിനൻസ് എന്നുള്ളതാണ്. സോ ഒരു ഡിറ്റർമിനന്റ് നിങ്ങൾക്ക് കുറച്ചൊക്കെ ഐഡിയ ഉണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റെക്കോർഡ് കോണ്ടന്റ് അല്ല നിങ്ങൾ നോക്കുക, അഡീഷണൽ ആയിട്ടുള്ള ഐഡിയകൾ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്. സോ നമുക്ക് പല തരത്തിൽ നമ്മുടെ മെട്രിക്സുകൾ ഉണ്ടല്ലേ, പല ഓർഡറിൽ മെട്രിക്സുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ കാണുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു 1/1 മെട്രിക്സ് ആണ്. ഈ കാണുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു 1/1 മെട്രിക്സ്, അതായത് ഒരു റോ ഒരു കോളം. ഈ കാണുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് 2 3 5 7 ഇതൊരു 2/2 മെട്രിക്സ് ആണ്, അതായത് 2 റോ 2 കോളം. ഇതുപോലെ സ്ക്വയർ മെട്രിക്സുകളിൽ മാത്രമേ നമുക്ക് ഡിറ്റർമിനന്റ് കാണാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈ കാണുന്ന അതേ മെട്രിക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എഴുതാൻ പറ്റും. ഡിറ്റർമിനന്റ് ഓഫ് 3 എന്നാണ് ഇത് വായിക്കുക, അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് ദിസ് മെട്രിക്സ്. ഈ കാണുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. സോ 1/1 ആണെങ്കിൽ ആ കിട്ടിയ നമ്പർ എന്താണോ അതങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഒരിക്കലും ഇതിനെ മോഡുലസ് എന്ന് റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് എഴുതുകയോ ചെയ്യരുത്. ദിസ് ഇസ് ഡിറ്റർമിനന്റ്. നമുക്ക് പലതരത്തിൽ എഴുതാൻ പറ്റും. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് എഴുതാൻ പറ്റും, ഡിറ്റ് ഓഫ് എ എന്ന് എഴുതാൻ പറ്റും, ഡെൽറ്റ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ പലതരത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിറ്റർമിനന്റ് ഡിനോട്ട് ചെയ്യാറുണ്ട്. സോ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം 2/2 3/3 ആണ്. അതിന്റെ മേലോട്ട് നമുക്ക് ഡിറ്റർമിനന്റ് കാണാനില്ല. സോ 2/2ലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. ഈ രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, 2 × 7. സോ ഇത് ബി ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, 2 × 7 14 മൈനസ് 3 × 5. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ ചെയ്യാൻ, 3 × 5. അപ്പം കിട്ടുന്ന ആൻസർ എന്താണ്, അതാണ് അതിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ. അപ്പോൾ ഈ സെയിം ടോപ്പിക്കിൽ ലേശം ഒരു ടഫുള്ള ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. ഡിറ്റർമിനന്റ് നമുക്ക് പല തരത്തിൽ എഴുതാൻ പറ്റും. ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ റീഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിറ്റർമിനന്റ് ഡിനോട്ട് ചെയ്യാറുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ ഡി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിക് നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. സോ അതിൽപ്പെട്ടൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഈ രീതിയിലൊരു ചോദ്യം വരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനന്റ് കാണുക, മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇപ്പം ചെയ്ത അതേ മെത്തേഡ്, x+1 × x² - x+1 മൈനസ് x - 1 × x² + x+1. ഇത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. നമുക്ക് 1/1 ആയിട്ട് ചെയ്ത് നോക്കാം. x × x², ദാറ്റ് ഈസ് x³, x × -x -x², x × +1 + x. അത് 1 × x² - 1 × x², ദാറ്റ് ഈസ് +x², 1 × -x, ദാറ്റ് ഈസ് -x, 1 × 1, ദാറ്റ് ഈസ് +1. ഇവിടെ തന്നെ ഒരു മൈനസ് ഉണ്ട്, ബ്രാക്കറ്റ് ഇടാം. x × x², ദാറ്റ് ഈസ് x³, x × +x, that is x², x × +1, that is +x, minus 1 × x², that is -x², minus 1 × x, that is -x, minus 1 × +1, that is -1. ഓക്കെ, നമ്മൾ ഓർഡറിൽ അങ്ങ് എഴുതി പോയാൽ മതി, വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. +x² - x² ഇവിടെ നിന്ന് കട്ട് ചെയ്യാം, +x - x ഇവിടുന്ന് കട്ട് ചെയ്യാം. അപ്പോൾ എന്താ ബാക്കി വന്നത്, x³ - 1. ഇതിനുള്ളിൽ വന്നത് x³ +1, -1 അല്ല, x³ +1. ബ്രാക്കറ്റ് ഇടാം. ഇവിടെ എന്തൊക്കെ കട്ട് ചെയ്ത് പോകും, +x³, ഇവിടെ -x³ ഉണ്ട്, +x² - x² വെട്ടി, +x -x വെട്ടി. അപ്പോൾ എന്ത് തോന്നും, ഇവിടെ ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്, ഈ x³ ഉണ്ട്. സോ -x³, ഇവിടെ ഒരു -1 ഉണ്ട്, -1. ഇതിനെ ബ്രാക്കറ്റ് എടുത്ത് പൊട്ടിച്ചാൽ എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു x³ - x³, ദാറ്റ് ഈസ് 0, 1 - -1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ കാണുന്ന ടോപ്പിക്കിൽ നിന്ന് ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റെയർ ആയിരിക്കും. ആൻഡ് ഒറ്റ ടോപ്പിക് കൂടി നമുക്ക് ഇതിൽ പഠിപ്പിക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാർട്ട് അവസാനിപ്പിക്കാം. സോ ഇതുപോലെ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ തരാം, നിങ്ങളൊന്ന് ആൻസർ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. -sin x + sin x cos x minus cos x.
ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഇനി ഒറ്റ ടോപ്പിക് കൂടി പഠിപ്പിക്കാറുണ്ട്. ആ ടോപ്പിക് മറ്റൊന്നുമല്ല, അത് നമ്മുടെ 3/3 ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കാണ്. 3/3 മെട്രിക്സിനെ ഡിറ്റർമിനൻ്റ് എങ്ങനെ കാണാം? ശരിക്കും ഇതിന് 6 വഴികളുണ്ട്. ഈ കാണുന്നതിൻ്റെ ആൻസർ കാണാൻ നമുക്ക് 6 വഴികളുണ്ട്. ഒന്ന് ഈ കാണുന്ന ഫസ്റ്റ് റോ വെച്ചിട്ടുള്ള മെത്തേഡ്, ഇതാണ് നോർമൽ ചെയ്യൽ. രണ്ടാമത്തേത് ഈ കാണുന്ന സെക്കൻഡ് റോ. മൂന്നാമത്തെ ഈ കാണുന്ന തേർഡ് റോ. ഇതാണ് 3 വഴികൾ. അടുത്തത് ഇത് 4ാമത്തെ വഴി, ഇത് 5ാമത്തെ വഴി, ഇത് 6ാമത്തെ. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതിനെല്ലാത്തിനും കറക്റ്റ് നമുക്ക് ഓർഡർ ചെയ്യാം. A11, A12, A13 ഇത് കറക്റ്റ് അറിയാമല്ലേ. A21, A22, A23, A31, A32, A33 ഇതാണ് ഇതിൻ്റെ കറക്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് അല്ലേ. ഓരോ എലമെൻറ്റിനും കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെൻഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഫസ്റ്റത്തെ വെച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെ വരുന്ന എലമെൻ്റ് ആണ് A11, A12, A13. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇതിൻ്റെ അടിയത്തെ നമ്പറുകളില്ലേ, പൊസിഷൻ 1 കൂട്ടിയാൽ 2, അത് ഈവൻ ആണ്. സോ ഇത് പോസിറ്റീവ്. അടുത്ത് 1 2 കൂട്ടിയാൽ 3, അത് നെഗറ്റീവാണ്. അടുത്ത് 1 3 കൂട്ടിയാൽ 4, അത് പോസിറ്റീവാണ്. ഇങ്ങനെ ഞാൻ ഈ കാണുന്ന ടേബിളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ പോകണം. A11 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, A12 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, A13 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. A21 2+1 എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, മൈനസ് ഓഡ് നമ്പറാണ്, ഓഡ് നമ്പറാണ് നെഗറ്റീവ്. A22, A23. 31 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, 32 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, 33 എന്നാൽ പോസിറ്റീവ്. ഈ കാണുന്ന സിമ്പലിൽ നമ്മൾ ഫസ്റ്റത്തെ റോ വെച്ചിട്ടാണ് ആൻസർ ചെയ്യുന്നതെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി. ഇപ്പം ഐഡിയ കിട്ടില്ല കേട്ടോ, ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. സെക്കൻഡ് റോ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി. തേർഡ് റോ വെച്ചിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി. ഈ തിരിച്ച് ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ ഇത്, ഇങ്ങനെയാണ് ഇത്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ വെച്ച് 2 രീതിയിൽ ഞാൻ കാണിച്ചു തരാം. രണ്ടിൻ്റെ ആൻസർ സെയിം ആണോ നോക്കാം. ഇത് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് റോ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ആൻസർ എങ്ങനെ വരിക അറിയോ? ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഈ ഫസ്റ്റത്തെ നമ്പർ അങ്ങ് എഴുതി വെക്കാം, -1 ഇൻറ്റു. ഈ ഫസ്റ്റത്തെ നമ്പർ എഴുതി വെക്കാൻ കാരണം ഈ കാണുന്ന നമ്പർ പ്ലസ് ആണ്, അതുകൊണ്ട് ആ നമ്പർ അങ്ങനെ തന്നെ എഴുതി വെക്കാം. അതേസമയം ഈ കാണുന്ന നമ്പർ മൈനസ് ആയിരുന്നുവെങ്കിൽ ഇവിടെ ഒരു മൈനസ് കൂടി നിങ്ങൾ ആഡ് ചെയ്യണം, -1. പ്ലസ് ആയതുകൊണ്ട് ആ നമ്പർ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. കുറച്ച് ഐഡിയ കിട്ടാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. സോ -1 ഇൻറ്റു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന റോയും 1 1 ആണ്, ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും ഒന്ന് ഡിലീറ്റ് ചെയ്യുക, ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 1 × 3 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ 1 × 3 ദാറ്റ് ഈസ് 3 മൈനസ് 3 × 2 6. ഇപ്പം ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ പ്ലസ് ആടുന്നത്, ഏറ്റവും ആദ്യം പ്ലസ്. ശരിക്കും നമ്മൾ പ്ലസ് ഇടേണ്ട ആവശ്യമില്ല, കാരണം പ്ലസ് ഇട്ടാലും ഇല്ലെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഈ പ്ലസ് എവിടുന്നാണ് വന്നത്, ആ പ്ലസ് വന്നത് ഇവിടെ നിന്നാണ്. അടുത്ത സിമ്പിൾ നമ്മൾ എന്ത് ഇടണം, മൈനസ് ഇടണം. ആ മൈനസ് എവിടുന്നാണ് വന്നത്, ഇവിടെ നിന്നാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയുള്ള നമ്പർ എന്താണോ അത് അങ്ങനെ തന്നെ എഴുതി വെക്കുക. അവിടെ -2 ആണെങ്കിൽ -2 എന്ന് വരും. ഇവിടെ +2 ആണ്, അതുകൊണ്ട് ആ +2 അങ്ങനെ തന്നെ എഴുതി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബ്രാക്കറ്റ് ഇടുന്നു. എന്നിട്ട് ഇപ്പോൾ ചെയ്തതുപോലെ 1 × 3 3 3 - 9. ഇനി അടുത്ത വീണ്ടും പ്ലസ് ഇടുന്നു, ഇതാണ് പ്ലസ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെയുള്ള നമ്പർ 4, ആ +4 ഞാൻ എന്താക്കുന്നു, എഴുതി എടുക്കുന്നു. +4 ഇൻറ്റു ആ 4 അങ്ങനെ തന്നെ എഴുതാം, ഇത് ഒഴിവാക്കാം. 1 × 2 2 2 - 3. ഇത്രയുള്ളൂ ഇതിൻ്റെ ആൻസർ. ഇപ്പം കിട്ടുന്ന ഉത്തരം എന്താണെന്ന് നോക്കാം, +-1 ദാറ്റ് ഈസ് -1. 3 6 കുറച്ചാൽ -3, -3 × -1 ദാറ്റ് ഈസ് +3. 3 9 കുറച്ചാൽ -6, -6 × -2 ദാറ്റ് ഈസ് +12. 2 3 കുറച്ചാൽ -1, -1 × 4 -4. പിന്നെ ആൻസർ എത്രയാണ്, 11 ആണ്. സോ ഈ കാണുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എത്രയാണ്, 11 ആണ്. ഇതാണ് ഒരു വഴി എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് 6 വഴികൾ, ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ആൻസർ ചെയ്ത്, ഇതുപോലെ എനിക്ക് ഇത് വെച്ചിട്ട് ചെയ്യാം, ഇത് വെച്ചിട്ട് ചെയ്യാം, ഇത് വെച്ചിട്ട് ചെയ്യാം, ഇത് വെച്ചിട്ട് ചെയ്യാം, ഏത് വെച്ചിട്ടും ചെയ്യാം. എന്തിനാണ് ഈ 6 വഴികളും പഠിപ്പിക്കുന്നത്? കാരണം ചില ക്വസ്റ്റ്യനിൽ 0 ഉണ്ടാവും ഇങ്ങനെ. അപ്പോൾ 0 ഉണ്ടെങ്കിൽ 0 × എന്ത് ചെയ്താലും 0. അപ്പം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനെ ഈ 2 സ്ഥലത്ത് 0 വന്നാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഇതാണെന്നാണ് എൻ്റെ അർത്ഥം. കാരണം ഇത് മാത്രം ചെയ്താൽ മതി, 2ൻ്റെ മാത്രം ചെയ്താൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഒക്കെ 0 ആണ്. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചാൽ തുണി കഴിഞ്ഞിട്ട്. സോ ഞാൻ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഈ മെത്തേഡിൽ കാണിക്കാൻ പോവാണ്. ഒരു കോളം എടുക്കാം, ഈ കാണുന്നത് ഇതേതാണ്, ഇത് A1 2 ദാറ്റ് ഈസ് നെഗറ്റീവ്, ഇത് A22 പ്ലസ്, ഇത് നെഗറ്റീവ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. സോ ആദ്യം തന്നെ നെഗറ്റീവ് ഇടുന്നു, ആ നമ്പർ എന്താണോ അത് അങ്ങനെ തന്നെ എഴുതി എടുക്കുന്നു, -2. എന്നിട്ട് ആ റോയും ആ കോളും ഒഴിവാക്കുന്നു. അപ്പോൾ എന്ത് കിട്ടി, 1 × 3 3 3 - 9 3 - 9. അടുത്തത് പോസിറ്റീവ് ആണ്, പ്ലസ്. അപ്പോൾ പ്ലസ് ഇടുന്നു. അവിടുത്തെ നമ്പർ 1 1 ×
ഈ റോയും ഈ കോളം ഒഴിവാക്കുന്നു. -1 × 3 -3 -3 -12 പ്ലസ് സോറി അടുത്ത വീണ്ടും മൈനസ് വന്നു, ഇവിടെ -2 ഇൻറ്റു ഈ റോ ഈ കോളം ഒഴിവാക്കാം. -1 × 3 -3 -3 -4 -7. സോ ഇതിൻ്റെ ആൻസർ എത്ര നോക്കി? 3 നമ്പർ -6 -12 +12 -15 -3 -4 -7 -7 × -2 പറഞ്ഞാൽ +14. നോക്കി 14 2 എത്രയാണ്? 26. 26 15 കുറച്ചാൽ എത്രയാ? 11. നേരത്തെ ആൻസർ കിട്ടിയ എത്രയാ? 11. അപ്പം ഏത് റോ വേണമെങ്കിലും ഏത് കോളം വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ച് എന്ത് കണ്ടുപിടിക്കാം? ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കാം. സോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ 2 3 -7 25 6 0 5 2 0. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? വെരി സിമ്പിൾ. ഏറ്റവും കൂടുതൽ സീറോസ് എവിടെ ഉള്ളത് നോക്കുക, ഇവിടെയുള്ളത്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ചെയ്യാം. ഇത് പറഞ്ഞാൽ ഇത് A13 ഫസ്റ്റ് റോ തേർഡ് കോളം. സോ 13 എന്നാൽ പോസിറ്റീവ്. ഇത് A23 നെഗറ്റീവ്. 2 + 3 5 ഓഡ് നമ്പർ ആണെങ്കിൽ നെഗറ്റീവ്, ഈവൻ നമ്പർ ആണെങ്കിൽ പോസിറ്റീവ്. A33 3 + 3 എന്നാൽ 6. സോ നമുക്ക് ആദ്യം തന്നെ +-7. ആദ്യം പ്ലസ് ഇടാം, അടുത്ത നമ്പർ ഏതാണ്? -7 ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ കാണുന്ന റോയും ഈ കാണുന്ന കോളവും ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി? 25 × 2 50 50 -30. അടുത്തത് -0 ആണ്. -0 × എന്ത് ചെയ്താലും 0. അടുത്തത് +0 +0 × എന്ത് ചെയ്താലും 0. അതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യേണ്ടാത്തത്. ഇവിടെ അങ്ങോട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യം തന്നെയല്ല, കാരണം എന്തായാലും 0 വരുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. -7 × 50 -30 -7 × 20 ദാറ്റ് ഈസ് -140 ആണ് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 6 മെത്തേഡ് നിങ്ങളോട് പഠിക്കാൻ പറയുന്നത്. ഒരിക്കലും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ സീറോസ് ഏതാണോ അത് നിങ്ങൾ യൂസ് ചെയ്യുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.